അന്തരിച്ച CPIM മുതിർന്ന നേതാവ് MM ലോറൻസിന്റെ മൃതദേഹ കൈമാറ്റത്തിൽ തർക്കമുണ്ടായിരിക്കുന്നു. മകൾ തടസ്സ ഹർജിയുമായി ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നു എന്ന പ്രധാനപ്പെട്ട വാർത്തയാണ് ഈ മണിക്കൂറിൽ പുറത്തേക്ക് വരുന്നത്. പക്ഷേ രണ്ട് മക്കളുടെ മൂത്ത സഹോദരിയുടെയും സഹോദരന്റെയും പിന്തുണ മൃതദേഹം കൈമാറുന്നതിന് വേണ്ടിയാണ് ഉള്ളത് എന്ന് മൂത്ത മകൻ ML സജീവൻ വ്യക്തമാക്കിയിരിക്കുകയാണ്. അദ്ദേഹം റിപ്പോർട്ടറിനോട് അല്പസമയം മുമ്പ് സംസാരിക്കുകയായിരുന്നു. അർജുൻ മട്ടന്നൂർ, ശ്യാം ദേവരാജ് എന്നിവരാണ് തത്സമയം നമുക്കൊപ്പം ചേരുന്നത്. ആദ്യം ശ്യാം ദേവരാജിലേക്കാണ്. ശ്യാം, എപ്പോഴാണ് ഹൈക്കോടതി ഈ ഹർജി പരിഗണിക്കുക എന്ന കാര്യത്തിൽ തീരുമാനമായോ? ശ്യാം, കേൾക്കാമെങ്കിൽ എപ്പോഴാണ് ഹൈക്കോടതി ഈ ഹർജി പരിഗണിക്കുക എന്ന കാര്യത്തിൽ തീരുമാനമായോ? ജയ്സ്, ഈ MM ലോറൻസിൻ്റെ മൃതദേഹം സംസ്കരിക്കുന്നത് ചോദ്യം ചെയ്തുള്ള അല്ലെങ്കിൽ ആശുപത്രിക്ക് മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് വിട്ടു നൽകുന്നത് ചോദ്യം ചെയ്തുള്ള ഹർജി മകൾ ആശ ലോറൻസ് ആണ് ഹൈക്കോടതിയെ സമീപിച്ചത്. പക്ഷേ ആ ഹർജി ഇതുവരെയും ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് വന്നിട്ടില്ല. ആശ ലോറൻസിൻ്റെ അഭിഭാഷകൻ ആണ് കൃഷ്ണരാജാണ് ഈ വിഷയം ഹൈക്കോടതിയുടെ മുന്നിൽ അവതരിപ്പിക്കേണ്ടത്. പക്ഷേ അത് ഇതുവരെയും ഉന്നയിച്ചിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നതും. അല്പസമയത്തിനുള്ളിൽ ഉന്നയിച്ചാൽ ആ വിഷയം ഹൈക്കോടതി പരിഗണിക്കുകയും അക്കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനമെടുക്കുമോ എന്നുമാണ് കാത്തിരിക്കുന്നത്. പക്ഷേ ഇതുവരെയും ഈ നിമിഷം വരെയും, കാരണം ഉച്ചയ്ക്ക് 1:45 മുതലാണ് കോടതിയുടെ നടപടിക്രമങ്ങൾ ഉച്ചയ്ക്ക് ശേഷം ആരംഭിക്കുന്നത്. ഇത് ടുഡേ മൂവിംഗ് എന്ന നിലയിൽ, അതായത് ഇന്ന് നൽകിയ ഹർജി എന്ന നിലയിലാണ് പരിഗണിക്കുന്നത്. ആ ഹർജി 1:45 കോടതിയുടെ പരിഗണനയ്ക്ക് വരേണ്ടത്. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി. പക്ഷേ ഇതുവരെയും അക്കാര്യത്തിൽ ഈ ആശ ലോറൻസിൻ്റെ അഭിഭാഷകൻ അങ്ങനെ ഒരു കാര്യം കോടതിയുടെ മുന്നിലേക്ക് ഉന്നയിച്ചിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യുന്നത്. അങ്ങനെ ഉന്നയിച്ചാൽ മാത്രമാണ് കോടതി അതിന്മേൽ എന്തെങ്കിലും ഒരു തീരുമാനമെടുക്കുക അല്ലെങ്കിൽ അക്കാര്യം പരിശോധിക്കുക. അതല്ലാതെ ആ വിഷയത്തിലേക്ക് അഭിഭാഷകൻ ഉന്നയിക്കാതെ ആ വിഷയത്തിലേക്ക് ഹൈക്കോടതി നിലവിൽ കടക്കുമെന്ന് നമ്മൾ കരുതുന്നില്ല. കാരണം അത് ഹൈക്കോടതിയുടെ നടപടിക്രമങ്ങളുടെ ഭാഗവുമല്ല. അഭിഭാഷകൻ ഉന്നയിക്കുന്ന സാഹചര്യത്തിൽ മാത്രമാണ് അക്കാര്യം കോടതിയുടെ പരിഗണനയിലേക്ക് വരുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം MM ലോറൻസിൻ്റെ മൃതദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് കൈമാറുന്നത് ചോദ്യം ചെയ്താണ് ആശ ലോറൻസിൻ്റെ ഹർജി. കലൂർ പള്ളിയിൽ സംസ്കരിക്കാൻ പോലീസിൻ്റെ സംരക്ഷണം നൽകണം എന്നാണ് ആശ ലോറൻസ് ഈ ഹർജിയിൽ ആവശ്യപ്പെടുന്നത്. മാത്രമല്ല മൃതദേഹം ഈ മെഡിക്കൽ കോളേജിന് കൈമാറണമെന്ന് പറഞ്ഞിരുന്നില്ല എന്ന കാര്യവും കൂടി ആശ ലോറൻസ് വ്യക്തമാക്കുന്നുണ്ട്. ആശ ലോറൻസ് ഈ ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്ന മറ്റ് ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ, പാർട്ടി ലൈൻ MM ലോറൻസ് എന്നത് CPIMൻ്റെ നേതാവായിരുന്നു. പാർട്ടി ലൈൻ പാലിച്ചാണ് MM ലോറൻസ് ഇതുവരെയും ജീവിച്ചത്. പക്ഷേ MM ലോറൻസ് മതാചാര പ്രകാരമാണ് MM ലോറൻസ് വിവാഹം കഴിച്ചത്. മക്കളെയും മാമോദിസ ചടങ്ങ് നടത്തി. വിവാഹവും മതാചാര പ്രകാരമായിരുന്നു. MM ലോറൻസിൻ്റെ ഭാര്യയുടെ മൃതദേഹം സംസ്കരിച്ചതും മതാചാര പ്രകാരമാണ്. അങ്ങനെ ഈ സാഹചര്യത്തിൽ MM ലോറൻസിൻ്റെ മൃതദേഹവും മതാചാര പ്രകാരം സംസ്കരിക്കാൻ നിർദ്ദേശിക്കണം എന്നാണ് ആശ ലോറൻസ് നൽകിയ ഹർജിയിലെ ആവശ്യവും. പക്ഷേ ഈ ഹർജി ഇതുവരെയും ഹൈക്കോടതിയുടെ പരിഗണനയിലേക്ക് വന്നിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഓക്കെ, ശ്യാം ദേവരാജാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഹർജി ഹൈക്കോടതിയുടെ പരിഗണനയിലേക്ക് ഇതുവരെ വന്നിട്ടില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ ലീഗൽ ഡെസ്ക് റിപ്പോർട്ട് ചെയ്യുന്നത്. അർജുൻ മട്ടന്നൂർ നമുക്കൊപ്പം തുടരുന്നുണ്ട്. അർജുൻ, മകന്റെ പ്രതികരണം വളരെ വിശദമായി തന്നെ അർജുൻ അല്പസമയം മുമ്പ് നമ്മളിലേക്ക് എത്തിച്ചു, പ്രേക്ഷകരിലേക്ക് എത്തിച്ചു. ഇനി അറിയേണ്ടത് പാർട്ടിയുടെ പ്രതികരണമാണ്.